നമസ്കാരം, വെളിച്ചം ചാനലിലേക്ക് സ്വാഗതം. 2026 മെയ് 15, 16 തീയതികളിൽ മേടം രാശിക്ക് ഒരു 1.5-2 മാസത്തിന് ശേഷം കുറച്ച് നല്ല കാലം വരികയാണ്. ഓക്കെ, അപ്പോൾ അതുമായിട്ട് ബന്ധപ്പെട്ട് ഇതിൻ്റെ കറക്റ്റ് ടൈമിംഗ് പറയുകയാണെങ്കിൽ മെയ് 14 രാത്രി 10:33 PM മുതൽ മെയ് 16 രാത്രി 10:46 PM വരെയാണ് ഈ ഫലങ്ങൾ അനുഭവവേദ്യമാകുന്നത്. പിന്നെ ഇതൊക്കെ പറഞ്ഞു തരുന്നതിന് ഞങ്ങളുടെ ചാനൽ ദയവായി സബ്സ്ക്രൈബ് ചെയ്യുക. അതുപോലെ തന്നെ നിങ്ങളുടെ ജ്യോതിഷപരമായ സംശയങ്ങൾക്ക് എൻ്റെ വാട്സാപ്പിൽ ബന്ധപ്പെടുക. ഫോൺ വിളിക്കരുത്. വാട്സാപ്പ് നമ്പർ 9847291363. മേടം രാശി എന്ന് പറയുമ്പോൾ അശ്വതി, ഭരണി, കാർത്തിക, ആദ്യ പാദം. ഇത് സംഭവം ബുധൻ, ശുക്രൻ, സൂര്യൻ ഈ 3 ഗ്രഹങ്ങൾ 14-15 തീയതികളിൽ രാശി മാറുന്നു. അപ്പോൾ ആ മാറ്റം ചിലത് അനുകൂലവും ചിലത് ഗുണദോഷ സമ്മിശ്രവുമാണ് മേടം രാശിക്ക്. കൃത്യമായിട്ട് പറഞ്ഞു കഴിഞ്ഞാൽ മേടം രാശിക്ക് ഈ ദിവസങ്ങളിൽ ചൊവ്വയും ശനിയും മാത്രമാണ് ഡയറക്റ്റ് പ്രതികൂലം. ചൊവ്വ ജന്മത്തിൽ തന്നെ നിൽക്കുന്നു. മെയ് 11 ജന്മത്തിൽ വന്നു. അതിനു മുമ്പും കുറച്ച് കാലം 12ാം ഭാവത്തിലായിരുന്നു, അതും പ്രതികൂലമായിരുന്നു. ഇപ്പോഴും പ്രതികൂലമാണ് ചൊവ്വ. അത് ജൂൺ 21 ഇടവത്തിലോട്ട് മാറും. അപ്പോൾ ആ ദോഷാധിക്യം അങ്ങ് മാറുന്നു ചൊവ്വയായിട്ട് ബന്ധപ്പെട്ട്. അതിനുശേഷം ഇടവം രാശിയിൽ ജൂൺ 21. അതിനുശേഷം പിന്നെ ഓഗസ്റ്റ് 2 മിഥുനം രാശിയിൽ വരും ചൊവ്വ. അപ്പോൾ ഇവർക്ക് അനുകൂലമാണ്. മേടൻ രാശിക്കൊരു തൊഴിൽ മേഖലയിലൊക്കെ നേട്ടമുണ്ടാവും. പിന്നെ ഭൂമിക്രയ വിക്രയങ്ങളുടെ നേട്ടം, പിന്നെ രാഷ്ട്രീയ രംഗത്തും പൊതുരംഗത്തും ഒക്കെ ഉയർച്ച. അത് ഓഗസ്റ്റ് 2 മുതലാണ്. ഓക്കെ, അപ്പോൾ ചുരുക്കത്തിൽ ഞാൻ പറഞ്ഞു വരുന്ന ഇതാണ്. ഇപ്പോൾ മുതൽ ഈ മെയ് 14 രാത്രി 10:33 PM മുതൽ ഇവർക്ക് കുറച്ച് നല്ല ഒരു കാലഘട്ടത്തിലേക്ക് മാറാൻ പോവുകയാണ്. ഓക്കെ, അപ്പോൾ ഇപ്പോൾ ചൊവ്വ മേടം രാശിയിൽ ലഗ്നത്തിൽ നിൽക്കുകയാണ്. അപ്പോൾ ചെറിയ ദേഹാസ്വാസ്ഥ്യം, പിന്നെ അപകട സാധ്യതകൾ, പ്രത്യേകിച്ച് വാഹനമൊക്കെ ഓടിക്കുമ്പോൾ സൂക്ഷിച്ച് ഓടിക്കുക. അത് ഈ ചൊവ്വ എവിടെ നിന്നാലും വാഹനം നന്നായിട്ട് ശ്രദ്ധിച്ച് തന്നെ ഓടിക്കുക. ഓക്കെ, പിന്നെ ശനി 7 ശനിയായിട്ട് തുടരുന്നു. അത് ഏകദേശം 1.25 വർഷം കൂടെ കാണും. അപ്പോൾ ഇത് രണ്ടുമാണ് നമുക്ക് പ്രതികൂലമായിട്ട് നിൽക്കുന്നത്, ശനിയും ചൊവ്വയും. ബാക്കിയൊക്കെ ഗ്രഹങ്ങൾ നമുക്ക് ഒരു 5 ഗ്രഹങ്ങൾ ഈ ദിവസങ്ങളിൽ ഡയറക്റ്റായിട്ട് അനുകൂലമായിട്ടും പിന്നെ 2 ഗ്രഹങ്ങൾ ഗുണദോഷ സമ്മിശ്രമായിട്ടും ഫലം തരുന്നു. ഓക്കെ, അപ്പോൾ നമുക്ക് ചൊവ്വാഴ്ച പറ്റുമെങ്കിൽ വ്രതമെടുത്ത് നമ്മൾ മുരുകന് വഴിപാട് നടത്തുക. പിന്നെ ശനിയാഴ്ച വ്രതമെടുത്ത് ശിവന്, അയ്യപ്പന്, ശനിക്ക് വഴിപാട് നടത്തുക. ഇത് രണ്ടുമാണ് പ്രധാനമായിട്ട് ഈ പ്രതികൂലമായിട്ട് നിൽക്കുന്ന ഗ്രഹങ്ങൾ. പിന്നെ ഇവിടെ നമുക്ക് ബുധൻ മെയ് 15 വെളുപ്പിന് 12:33 AM ഇടവൻ രാശിയിലേക്ക് വരുന്നത് ഇവർക്ക് അനുകൂലമാണ്. ഓക്കെ, ധനസ്ഥാനത്ത് വരുന്നു. അപ്പോൾ ബൗദ്ധിക മേഖലയിലൊക്കെ നേട്ടമുണ്ടാവും, ധനപരമുണ്ടാവും. പിന്നെ ശുക്രൻ അത് 14 വരെ ഇടവൻ രാശിയിൽ അനുകൂലമായിട്ട് തന്നെയാണ് നിൽക്കുന്നത്. എങ്കിലും അത് 14 രാവിലെ 10:55 മിഥുനം രാശിയിലൊക്കെ വരുന്നതും മേടൻ രാശിക്ക് അനുകൂലമാണ്. പിന്നെ പ്രധാനമായിട്ടുള്ള മാറ്റം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സൂര്യൻ ഇവിടെ മേടം രാശിയിൽ നിൽക്കുകയായിരുന്നു. ഓക്കെ, അത് സൂര്യൻ 15 രാവിലെ 6:23 AM ജന്മത്തിൽ നിന്ന് മാറുന്നു. അത് മേടൻ രാശിയിൽ നിന്ന് മാറി ഇടവൻ രാശിയിലേക്ക് വരുന്നു. അപ്പോൾ അത് ഡയറക്റ്റായിട്ട് അനുകൂലമായിട്ടൊന്നും കൂട്ടാൻ ഒക്കത്തില്ല. എങ്കിലും ആ ജന്മത്ത് നിൽക്കുന്ന സൂര്യൻ കുറേ കുഴപ്പങ്ങൾ ചെയ്യും. അപ്പോൾ അതിൻ്റെ കൂടെ ചൊവ്വയും ഉണ്ടായിരുന്നു.
അപ്പോൾ ഇത് രണ്ടും കൂടെ ചേർന്ന് കുറച്ച് കാലമായിട്ട് നമുക്ക് ചൊവ്വ കുറച്ച് കാലമായിട്ട് പ്രതികൂലമാണ്. ഏകദേശം ഒരു 90 ദിവസമായിട്ട്, ഒരു 80-85 ദിവസമായിട്ട് പ്രതികൂലമായിരുന്നു. അപ്പോൾ അത് ജൂൺ 21 മാറുന്നുണ്ട്. ഓക്കെ. പക്ഷേ ഇപ്പോൾ ഈ സൂര്യൻ മേടമാസത്തിൽ പ്രതികൂലമാണെങ്കിലും ഇടവ മാസത്തിൽ പ്രതികൂലം അല്ലാതായി മാറുന്നു. ഓക്കെ. ഗുണദോഷ സമ്മിശ്രമായിട്ടുള്ള ഫലമേ സൂര്യൻ തരുള്ളൂ. എങ്കിലും ശാരീരിക അസ്വസ്ഥതകളൊക്കെ മാറും. പിന്നെ തൊഴിൽപരമായിട്ടുള്ള പ്രശ്നങ്ങളൊക്കെ ഉണ്ടായിരുന്നിരിക്കും, അതൊക്കെ മാറുന്നു. പിന്നെ ഇത് ഇടവൻ രാശിയിൽ നിന്ന് മിഥുനം രാശിയിലേക്ക് വരുമ്പോൾ അനുകൂലമായിട്ട് വരും. ഓക്കെ. അപ്പോൾ നിങ്ങൾക്ക് തൊഴിൽ ലാഭം, പിന്നെ പിതാവിന് ഐശ്വര്യം, സന്താനങ്ങൾക്ക് ഐശ്വര്യം ഒക്കെ ഉണ്ടാകും. എന്നിട്ട് ഇവർക്ക് ഈ ദിവസങ്ങളിൽ, അതായത് മെയ് 15-16 തീയതികളിൽ ഇവർക്ക് ഭാഗ്യപരീക്ഷണങ്ങളിൽ ചെറിയ സാധ്യതയുണ്ട്. ചെറിയ സാധ്യത ഞാൻ പറയുന്നുള്ളൂ. എല്ലാവരും പോയി ലോട്ടറിയൊക്കെ ഒരുപാട് 10-15,000 രൂപയ്ക്കൊന്നും എടുക്കരുത്. ഏറിയാൽ ഒരെണ്ണമേ എടുക്കാവുള്ളൂ. അതായത് മേടൻ രാശിക്ക്, മേടൻ ലഗ്നത്തിനും ഓക്കെ സർപ്പം അഥവാ രാഹു 11-ാം ഭാവത്തിൽ ലാഭസ്ഥാനത്ത് നിൽക്കുകയാണ് ഡിസംബർ 5 വരെ. അപ്പോൾ അതുകൊണ്ടാണ് ഞങ്ങൾ പറയുന്നത് മേടൻ രാശിക്ക് ഭാഗ്യപരീക്ഷണങ്ങൾ സാധ്യതയുണ്ടെന്ന് പറയുന്നത്. എന്ന് വെച്ചിട്ട് ഒരുപാട് ലോട്ടറി ഒന്നും എടുക്കാൻ പോരുത്, ഒരെണ്ണം എടുക്കുക. അതിനും വേണ്ടിയുള്ളൊരു സംഭവം ഇതിലിവിടെ ഉണ്ട്. അതുകൊണ്ടാണ് ഞാൻ പറയുന്നത് മേടൻ രാശിക്കും മേടൻ ലഗ്നത്തിനും. ഓക്കെ. പിന്നെ തീർച്ചയായിട്ടും കലാസാഹിത്യ രംഗത്തും ബൗദ്ധിക രംഗത്തും വിദ്യാഭ്യാസ രംഗത്തും ഒക്കെ ഉയർച്ച ഉണ്ടാവും. വിവിധ സ്രോതസ്സിൽ നിന്ന് ധനവരവുണ്ടാവും. ഇവർക്ക് വ്യാഴം ഇപ്പോൾ 3-ാം ഭാവത്തിൽ ഗുണദോഷ സമ്മിശ്രമായിട്ട് നിൽക്കുന്നു. വ്യാഴം മാറുമ്പോൾ 4-ാം ഭാവത്തിലും ഗുണദോഷ സമ്മിശ്രമായിട്ട് വ്യാഴത്തിൻ്റെ മാറ്റം ഇവർക്ക് വരുന്നുള്ളൂ. എന്തായാലും ശ്രദ്ധിക്കേണ്ടതാണ് ചൊവ്വയും ശനിയും. ഇത് രണ്ടും ഈ ടെക്നിക്കൽ, അതായത് യന്ത്രങ്ങളുമായിട്ട് ബന്ധപ്പെട്ട് ഉള്ള ഗ്രഹങ്ങളാണ് ഈ ശനിയും ചൊവ്വയും. അപ്പോൾ അത് നമ്മൾ ശ്രദ്ധിക്കണം. ഏത് തരത്തിലുള്ള യന്ത്രങ്ങളാണെങ്കിലും, മൊബൈൽ ഉൾപ്പെടെ. ഓക്കെ. മൊബൈലും കമ്പ്യൂട്ടറും വാഷിംഗ് മെഷീനും ഫ്രിഡ്ജും ടി വിയും ഇതെല്ലാം തന്നെ യന്ത്രങ്ങളാണ്. ഓക്കെ. അതുമായിട്ട് ബന്ധപ്പെട്ടുള്ള എന്തെങ്കിലുമൊക്കെ പ്രശ്നങ്ങളൊക്കെ ഉണ്ടാവാൻ സാധ്യതയുണ്ട് ഇപ്പോഴുള്ള ഈ ദിവസങ്ങളിലും. കുറച്ച് ഈ ജൂൺ 21 ചൊവ്വ മാറുന്നവരെയും അങ്ങനെ ഉണ്ട്. അപ്പോൾ അത് നമ്മൾ വാഹനമൊക്കെ സൂക്ഷിച്ച് ഓടിക്കുക, യന്ത്രങ്ങൾ സൂക്ഷിച്ച് ഉപയോഗിക്കുക. അതുപോലെ തന്നെ ചൊവ്വ പ്രശ്നക്കാരാണ്, അഗ്നി ഭയം ഉണ്ടാക്കുന്ന ഒരു സംഭവമാണ്. അപ്പോൾ അഗ്നിയുമായിട്ട്, തീയുമായിട്ട് ബന്ധപ്പെട്ട് എന്തെങ്കിലുമൊക്കെ ചെയ്യുമ്പോൾ നമ്മൾ ശ്രദ്ധിക്കുക. അതുപോലെ തന്നെ വീഴ്ച ഉണ്ടാകാനുള്ള സാധ്യത. ഉയരങ്ങളിലൂടെ അടക്കുമ്പോൾ മാത്രമല്ല, സാധാരണ നമ്മൾ ക്ഷേത്രത്തിൽ തന്നെ ഒന്ന് കല്ല് തട്ടി വീണ് കഴിഞ്ഞാൽ അതും പണിയാവും. ഓക്കെ. അതൊക്കെ ശ്രദ്ധിക്കുക. അപ്പോൾ മേടൻ രാശിക്ക് എന്തായാലും കുറച്ച് കാലമായിട്ട്, ഒരു ഏകദേശം 2 മാസമൊക്കെ ആയിട്ട് ഇവിടെ പ്രശ്നമൊക്കെ ആയിരുന്നു. അതിൽ നിന്ന് മോചനം മാത്രമല്ല, ഇനിയിപ്പോൾ സൂര്യൻ മിഥുനത്തിൽ വരുന്നതും ചൊവ്വ ഓഗസ്റ്റ് 2 മിഥുനത്തിൽ വരുന്നതും വളരെയധികം അനുകൂലമായിട്ടുള്ള നേട്ടങ്ങളുണ്ടാക്കും. അപ്പോൾ ചുരുക്കത്തിൽ ഞാൻ പറഞ്ഞു വരുന്നതാണ് ഇതാണ്, കുറച്ച് കാലം ആയിട്ട് പ്രശ്നം ഉണ്ടായിരുന്ന മേടം രാശിക്കാർ ഇനി കുറച്ച് കാലത്തേക്ക് നല്ല ഒരു ഫേസിലേക്ക് വരികയാണ്. അപ്പോൾ എല്ലാ മേടം രാശിക്കാർക്കും മാത്രമല്ല, വെളിച്ചം ചാനലിൻ്റെ മുഴുവൻ പ്രേക്ഷകർക്കും സർവകാര്യ വിജയം, സർവവിധ സൗഭാഗ്യം, രാജകീയ സുഖഭോഗങ്ങൾ, അപ്രതീക്ഷിത ധനലാഭങ്ങൾ, അപ്രതീക്ഷിത സൗഭാഗ്യങ്ങൾ ഇവ ഗുരുവായൂരപ്പൻ അനുഗ്രഹിച്ചു തന്ന് എല്ലാവരുടെയും ജീവിതത്തിൽ വെളിച്ചവും ഐശ്വര്യവും സമ്പൽ സമൃദ്ധിയും വന്നു ചേരട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് വീഡിയോ അവസാനിപ്പിക്കുന്നു. നമസ്കാരം. ശുഭദിനം.